ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പ്രോഗ്രാം നമ്മൾ ഇപ്പൊ തന്നെ അധികം വൈകാതെ തന്നെ വിത്തിൻ 2 minutes നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, സെഷനിലോട്ട് കിടക്കും. അപ്പൊ അതിനു മുന്നേ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഓൺ ആക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ദയവ് ചെയ്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം വീഡിയോ ഓൺ ആക്കാൻ ശ്രമിക്കുക. സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക, പക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധയിലുണ്ടായിരിക്കണം. അടുത്ത കാര്യം, നമ്മളുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു നല്ലൊരു സൈലന്റ് പ്രയറോട് കൂടിയിട്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്റെ സൗണ്ട് ക്ലിയർ ആണ്, ഫയൽ എല്ലാം കാണാണ്ട് എല്ലാം ക്ലിയർ ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രബിൾ തോന്നുകയാണെങ്കിൽ ഹോസ്റ്റൽ ആളുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ ലീഡേഴ്സ്, വെരി ഹാപ്പി വൺസ് അഗെയിൻ നിങ്ങളെല്ലാവരും കണ്ടെത്താൻ സാധിച്ചത് സന്തോഷം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഷിഫ്റ്റ് ലൈഫിൽ കുറച്ചധികം പ്രോഡക്ട്സ്, ഒരു 3 പ്രോഡക്ട്സോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റെസ്പിറേറ്ററി ഹെൽത്തിനെ കുറിച്ചിട്ടും ബാലൻസ് BP ബാലൻസിനെ കുറിച്ചിട്ടും പ്രോബയോട്ടിക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വേറെ കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പോസ്റ്ററിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്തെല്ലാം പ്രോഡക്ട്സ് ആണെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇനി ത്രില്ല് അടുപ്പിക്കുന്നില്ല, നമ്മൾ പ്രോഗ്രാമിലോട്ട് പോവാണ്. സോ ഷിഫ്റ്റ് ലൈഫ് കാറ്റഗറിയിൽ 11ഓളം പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ 3 പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇന്ന് നമ്മുടെ സമയം അനുവദിക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നത്തെ പ്രോഡക്റ്റ് ഇതൊന്നല്ല. ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. എനിക്ക് വളരെയധികം ത്രില്ല് തോന്നി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ. വളരെയധികം ത്രില്ഡ് ആണ് ഞാൻ. കാരണം എന്തെന്നറിയോ, പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാറ്റഗറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കൊലാജൻ എന്ന് പറയുമ്പോൾ ആളുകൾ എപ്പോഴും ചിന്തിക്കാം, കൊലാജൻ എന്ന് പറയുന്നത് സ്കിന്നിനാണ്. പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ അങ്ങനെയാണ്. കൊലാജൻ എന്ന് പറയുന്നത് സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൊലാജൻ റിച്ച് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ട് കൊലാജൻ റിച്ച് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ കൊലാജൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അബ്സോർബ് ആവുന്ന ആദ്യത്തെ കാര്യം സ്കിൻ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു തിരുത്തലുണ്ട്, സ്കിന്ന് മാത്രമല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഇതില് എനിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ് ഇതിലുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ആലോചിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോ വാട്ട് ഇസ് കൊലാജൻ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് കൊലാജൻ എന്ന് നമ്മൾ അറിയണ്ടേ. കൊലാജൻ എന്ന് പറയുന്നത് ഒരു തരം പ്രോട്ടീൻ ആണ്. കൊലാജൻ എന്ന് പറയുന്നത് ഒരു തരം പ്രോട്ടീൻ ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതില് കൊലാജൻ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വേർഡാണ് കൊലാജൻ. അതായത് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പേരാണ് കൊലാജൻ. കൊലാജൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗ്ലൂ എന്നാണ്. ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, പശ. എന്തിനാ നമ്മൾ പശ ഉപയോഗിക്കുക? 2 വസ്തുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ പശ ഉപയോഗിക്കുക. ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി പശയല്ല കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഒരു ഉദാഹരണം, നമുക്ക് മസിൽസ് ഉണ്ട്, മസിൽസിന്റെ കൂടെ ബോൺസ് ഉണ്ട് അല്ലെങ്കിൽ ടെൻഡൻസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് ഇവിടെ ഗ്ലൂ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മുടെ കൊലാജൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഗ്ലൂ ആണ്. ബയോളജിക്കൽ ഗ്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ജീവനുള്ള വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവയവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ബയോളജിക്കൽ ഗ്ലൂ ആണ് കൊലാജൻ. ഓക്കെ,
ഇതില് നമ്മൾ പൊതുവെ സ്കിന്നിന്റെ കാര്യം പറയും. സ്കിന്നിൽ മാത്രമല്ല, മസിൽസില്, ബോൺസില്, ടെൻഡൻസില്, ലിഗമെന്റില്, ഓർഗൻസില്, സ്കിന്നില്, ഹെയറില്, ഇതിലെല്ലാറ്റിലും ഈവൻ നെയിൽസിൽ പോലും കൊളാജൻ റിച്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മസിൽസ് തമ്മിൽ ബന്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ മസിലും ബോണും തമ്മിൽ ബന്ധിപ്പിക്കാൻ, മസിലും ടെൻഡനും തമ്മിൽ ബന്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ലിഗമെന്റ്സ്, അവയവങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ, ഈവൻ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും നെയിലിനായാലും പ്രസന്റ് ആയിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ ആണ് കൊലാജിൻ. ഇപ്പൊ തന്നെ നമ്മൾ കൊലാജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി തുടങ്ങി. ഈ കൊലാജിൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പെട്ടെന്ന് സോളിബിൾ ആവാത്ത, ഇൻസോളിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ കൊലാജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൊലാജിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അമിനോ ആസിഡ്സിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് ഈ കൊലാജിൻ എന്ന് പറയുന്ന സംഭവം, ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് വളരെ രസകരമായിട്ട് തോന്നിയ കാര്യം, നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല കൊലാജിൻ. ചില്ലറക്കാരനല്ല. കൊലാജിൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ്ങും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ ആണ്. ഓക്കെ, മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ഹ്യൂമൻ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് തരാൻ സഹായിക്കുന്ന, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട്, ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ ആണ് കൊലാജൻ. ഓക്കെ, മേജർ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിന് സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കൊലാജൻ നമുക്ക് തരണേ നോക്കി കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് സ്ട്രക്ചറും സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെല്ലാം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയോ, എവിടെയെല്ലാം ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇപ്പൊ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹെയറിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇത് രണ്ടും നമുക്കറിയാം. ഇത് കൂടാതെയും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇലാസ്റ്റിസിറ്റി കൃത്യമായിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ വഴിയെ പോകുമ്പോൾ നോക്കാം. ഓക്കെ, ഇതില് സ്കിന്നിനെ സംബന്ധിച്ച് കൊലാജൻ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവണേ എന്നുള്ളത് നോക്കാം. സ്കിന്നിനെ സംബന്ധിച്ച് നമ്മുടെ സ്കിന്നിന് ഫേം ആയിട്ട്, ഇപ്പൊ നമുക്കറിയാലോ, ചെറുപ്പത്തില് ഒരു 20 വയസ്സ് വരെയൊക്കെ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതിൽ റിങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അത് നല്ല ഭംഗിയായിട്ട് ഫേം ആയിട്ടിരിക്കും. പക്ഷെ ഒരു 20 വയസ്സിന് ശേഷം പതുക്കെ പതുക്കെ അത് ഇങ്ങനെ തൂങ്ങാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ചുളിവുകൾ വീഴാൻ തുടങ്ങും. മസിൽസ് ഒക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്കിന്നിനെ സംബന്ധിച്ച് നല്ല സ്കിന്നിനെ ഫേം ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു കൊളാജൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ സ്കിന്നിൽ എവിടെയാണ് കൊലാജൻ ഉള്ളത്? നീ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിച്ച് കേട്ടോളൂ. സ്കിന്നിൽ എവിടെയാണ് കൊലാജൻ ഉള്ളത്? സ്കിന്നില് കൊലാജൻ ഉള്ളത് ഡെർമിസ് ലെയറിലാണ്. അപ്പൊ നമ്മള് സ്കിന്നിനെ കുറിച്ചിട്ടൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഈവൻ നമ്മൾ പഠിച്ചിട്ട് പോലുണ്ട്, സ്കിന്നിന് ഒരുപാട് തട്ടുകളുണ്ട്, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞ കുറെ ലേയേഴ്സ് ഉണ്ട്. അതില് രണ്ടാമത്തെ ലെയർ, അതായത് മിഡിൽ ലെയർ, എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഭാഗമാണ് എപ്പിഡെർമിസ്. ഇനി അതിന്റെ ഉള്ളിലത്തെ തൊട്ട് താഴെയുള്ള ലെയർ ആണ് ഡെർമിസ്. അപ്പൊ ഈ ഡെർമിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊലാജിൻ ധാരാളം അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ കൊലാജിന്റെ അളവ് കൂടുന്തോറും ഇത് നല്ല തിക്കായിട്ടും, കൊലാജിന്റെ അളവ് കുറയും തോറും ഇതിങ്ങനെ തിന്നായി വരുന്ന നമുക്ക് കാണാൻ പറ്റും. കൊലാജിൻ കുറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കിന്നിൽ റിങ്കിൾസ് വീഴും, സാഗിങ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ഡെർമസ് ലെയറിലാണ് ഇത് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലും നെയിലിലും കൊളാജിൻ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹെയറിലും നെയിലും ഈ കൊളാജിൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഹെയർ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹെയർ നമ്മുടെ തലമുട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഹെയർ ബൾബ്, ഹെയർ അതിന്റെ ആ ഒരു പോർസിൽ ഇരിക്കുന്ന, ഹെയറിന്റെ പോറിൽ ഇരിക്കുന്ന ആ ഒരു ഫോളിക്കിൾ എല്ലാതും സ്ട്രെങ്തൻ ആക്കി വെക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാവുക, മുടി പൊട്ടിപ്പോയില്ല. പൊട്ടിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് ചെറുതായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പോലും സ്കാൽപ്പിൽ നിന്ന് ഇളകി വരുന്നത് കുറയും. ഇപ്പൊ മുടി കൊഴിച്ചലിന് കുറച്ചിലുണ്ടായിരിക്കും, കുറയും. അതുപോലെ തന്നെ മുടി ബ്രേക്ക് ആവുന്ന അവസ്ഥ, ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലും മുടിയുടെ അറ്റം, അടിഭാഗം, അതായത് നമ്മൾ എത്ര ഹെയർ കട്ട് ചെയ്ത് നോക്കിയാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് നമുക്ക് കാണാൻ പറ്റും. ഹെയറിന്റെ അടിഭാഗം, തുമ്പ് ഭാഗം രണ്ടായിട്ട് പിളർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ,
അപ്പോ ഇവിടെ ഹെയറിന്റെ ബ്രേക്കേജ് നമുക്ക് തടയാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്നു. ആരെ? കൊളാജൻ. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ നമ്മൾ സ്കിന്നിന്റെ കാര്യം പറഞ്ഞു, ഹെയറിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് കൊളാജൻ അടങ്ങിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജോയിന്റ്സ് ആൻഡ് ലിഗമെന്റ്സ് ആണ്. ജോയിന്റ്സിലും ലിഗമെന്റ്സിലും നമ്മൾ എന്താ വിചാരിച്ചത്, കൊളാജൻ സ്കിന്നിൽ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെ എല്ലാ ജോയിന്റ്സിലും കൊളാജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒന്നാമത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വ്യക്തികളല്ലേ, നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നു, നടക്കുന്നു, വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന വ്യക്തികളാണ്. കൈ നമുക്ക് ഇഷ്ടമുള്ള പോലെ തിരിക്കുന്നു, അതുപോലെ നമ്മളുടെ തലയായാലും അല്ലെ, നമ്മൾ ഒരു മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ നമ്മളുടെ മൂവ്മെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഫ്ലെക്സിബിലിറ്റിയെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ജോയിന്റ്സിലും ലിഗമെന്റ്സിലും കാർട്ടിലേജസിലും ബോൺസിലും ഒക്കെ ആരുണ്ട്? നമ്മുടെ കൊളാജൻ പ്രസന്റ് ആണ്. ഇനി അടുത്തത് ബോൺസിലും മസിൽസിലും. ഇനി മസിലിനെ സംബന്ധിച്ച് എന്തിനാണ് മസിലിൽ കൊളാജന്റെ പ്രസൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, മസിലിന് ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. പ്രത്യേകിച്ച് ചില ടൈപ്പ് ഓഫ് മസിൽസിന് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവും വേണം, അവർ റിലാക്സ് ചെയ്യും വേണം. ഉദാഹരണം, നമ്മുടെ ബ്ലഡ് വെസൽ എടുത്തോളൂ. ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ. നമുക്കറിയാലോ, നമ്മളുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതും ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള രക്തക്കുഴലുകളുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തില് ബ്ലഡ് ഒഴുകി ഒരു ഒരു സിസ്റ്റം, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനുള്ളിലാണ് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലഡ് വെസൽസിന് ഈ ബ്ലഡിന്റെ പമ്പിങ്ങിനനുസരിച്ച്, ഹാർട്ടിൽ ഉണ്ടാവുന്ന ബ്ലഡ് പമ്പിനനുസരിച്ച് ഈ ബ്ലഡ് വെസൽസ് ചെറിയ രീതിയിൽ വികസിക്കുകയും ചെറിയ രീതിയിൽ വികസനം, അതായത് റിലാക്സ് ചെയ്തിട്ട് അതൊന്ന് നോർമൽ പൊസിഷനിലേക്ക് വരുന്ന ഒരു ഒരു പ്രോസസ് ഉണ്ട്. ഇതാണ് നമ്മളെ BP റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ BP കറക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് കറക്റ്റ് ആയിട്ട് റിലാക്സ് ആവുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യണം. ഒരുമിച്ച് ഒരേ സമയത്ത് ഇത് രണ്ടും ഭംഗിയായിട്ട് നടക്കണം. അപ്പോ മസിൽസിനും എന്ത് വേണം? ഫ്ലെക്സിബിലിറ്റി വേണം. ഈവൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും മസിൽസിൽ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ മസിൽസ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനും സാധിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊളാജൻ ഉണ്ട്. ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമുക്ക് സ്കിന്നില് കൊളാജൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്കിന്നിന്റെ ഡെർമസ് ലെയറിൽ നമുക്ക് കൊളാജൻ പ്രസന്റ് ആണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്കിന്നിന് ഫോം ആയിട്ട് നല്ല ഭംഗിയായിട്ട് യൂത്ത് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് പ്രായം ആവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നമുക്ക്. നല്ല ഭംഗിയുള്ള ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനും നെയിലിനും വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹെയറും നെയിലും? എന്താണ് ചെയ്യണത്? ഹെയറിനെ സംബന്ധിച്ച് മുടി പൊട്ടി പോകുന്നതോ മുടി കൊഴിച്ചലോ നമുക്ക് കൊളാജൻ ഉള്ള ആളുകൾക്ക്, ധാരാളം കൊളാജൻ ഉള്ള ആളുകൾക്ക് തടയാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ്സിലും ലിഗമെന്റ്സിലും ടെൻഡൻസിലും ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ കൊളാജൻ ആവശ്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് മസിൽസിലും ബോൺസിലും ഉണ്ട്. എന്തിനാണ് മസിൽസിലൊക്കെ കൊളാജൻ? നമ്മളുടെ ശരീരത്തിലെ ചില മസിലുകൾ നല്ല രീതിയിൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിനാണ് നമ്മൾ ബ്ലഡ് വെസൽസിന്റെ കാര്യം പറഞ്ഞത്, രക്തക്കൊഴലുകളുടെ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ഓക്കെ, ഇതില് കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം പ്രോട്ടീൻ ആണ്. നമ്മുടെ ശരീരത്തിന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നാല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളാജൻസ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 4 വ്യത്യസ്ത തരത്തിലുള്ള കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കൊളാജൻ ഫാക്ടറീസ്, പല തരത്തിലുള്ള കൊളാജൻ ഫാക്ടറീസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ജനിച്ച് അന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ കൊളാജൻ എന്ന് പറയുന്നത് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറീസ് ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളാജനെയും അത് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 60-70, അല്ല, 20 വയസ്സ് വരെ ഈ കൊളാജൻ ഫാക്ടറീസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. 20 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഫാക്ടറീസിന്റെ എണ്ണം കുറയാൻ തുടങ്ങും. ഫാക്ടറി നമുക്ക് മനസ്സിലായല്ലോ, കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തായിട്ടുണ്ട്. അത് പതുക്കെ പതുക്കെ പണി നിർത്താനായിട്ട് തുടങ്ങും. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മുടെ സ്കിന്നിൽ അത് കാണിക്കാൻ തുടങ്ങും. നമ്മളുടെ മൂവ്മെന്റ്സിലെ ജോയിന്റ്സിലൊക്കെ നമുക്ക്
ഒരു പെയിൻ മാതിരിയുള്ള ഫീലിംഗ് വരാൻ തുടങ്ങും, മുടി കൊഴിച്ചിൽ സംഭവിക്കും, നഖം പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മുഖത്ത് റിങ്കിൾസും ഫൈൻ ലൈൻസും സാഗിങ് ഒക്കെയാണ് പെട്ടെന്ന്. മുഖത്ത് മാത്രമല്ലല്ലോ സാഗിങ്, കൈയുടെ മസിലുകൾ തൂങ്ങും, വയറിന്റെ മസിലുകൾ തൂങ്ങും, ലേഡീസിനൊക്കെ ബാക്ക് സൈഡിലൊക്കെ മസിലുകൾ ഇങ്ങനെ തൂങ്ങി വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ 20 വയസ്സ് വരെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്നുള്ളൂ. 20 വയസ്സിന് ശേഷം അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സ്കിന്നിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി ബ്ലഡ് വെസൽസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. രക്തക്കൊഴലുകളില് കൊലാജൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ രക്തക്കൊഴലിലുള്ള കൊലാജൻ കൃത്യമായിട്ട് അതായത് ഈ ഫാക്ടറിയില് കൊലാജിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ, ഫാക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന ഫാക്ടറിയില് കൊലാജിന്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, സ്കിന്നില് ചുളിവുകൾ വീഴുന്നത് പോലെ, നഖം പൊട്ടിപ്പോകുന്നത് പോലെ, മുടിയുടെ അറ്റം പൊട്ടുന്നത് പോലെ, നമ്മുടെ ജോയിന്റ്സിലുള്ള വേദന ആരംഭിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളുടെ മസിലുകളുടെ റിലാക്സേഷനും കോൺട്രാക്ഷനും കുറയും അല്ലെ. മസിലുകൾ നന്നായി റിലാക്സ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനും കൊലാജൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊലാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ മസിലുകളുടെ വികസനവും ചുരുക്കവും ആസ് യൂഷ്വൽ ഓട്ടോമാറ്റിക്കലി അത് കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ബ്ലഡ് വെസൽസിന്റെ കാര്യം മാത്രം ഒന്ന് എടുത്തു നോക്കിക്കോളൂ. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് രക്തക്കൊഴലുകൾ ശരീരത്തിന്റെ സകല ഭാഗത്തേക്കും ഈച്ച് ആൻഡ് എവറി സെല്ലിലേക്കും ഒഴുകി എത്തുന്ന ബ്ലഡ് വെസൽസ് ഡിവൈഡ് ചെയ്ത് കുറെ കാപ്പിലറീസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. ഇവരാണ് ബ്ലഡിന് കൊണ്ടുപോകുന്ന ആൾക്കാർ. ഈ ബ്ലഡ് വെസൽസിൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവര് സ്റ്റിഫ് ആവാൻ തുടങ്ങും. എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നിയതാണിത്. ഇത് സ്റ്റിഫ് ആവാൻ തുടങ്ങും. ബ്ലഡ് വെസൽസ് സ്റ്റിഫ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ റിലാക്സേഷൻ കൺട്രാക്ഷൻ നടക്കില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ BP, ബ്ലഡ് പ്രഷർ, ബ്ലഡിന്റെ പ്രഷറിൽ വരുന്ന മാറ്റം കുറെ കഴിയുമ്പോൾ അത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാതിരി പ്രശ്നങ്ങളിലേക്കും സ്ട്രോക്ക് മാതിരിയുള്ള പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കൊലാജൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരിക്കലും അല്ല. കൊലാജൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഭംഗിയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, സ്കിന്നിനും ഹെയറിനും മാത്രം സംബന്ധിച്ചിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. നമ്മുടെ ജോയിന്റ് ഹെൽത്തിനായാലും നമ്മളുടെ ഈവൻ ഹാർട്ട് ഹെൽത്തിനായാലും നമ്മുടെ BP ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽസ് ഒക്കെ ധാരാളം നല്ല റിലാക്സേഷനും കൺട്രാക്ഷനും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ്, അതായത് കൊലാജൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ. പിന്നെ കൊലാജൻ മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സിയും ചില മിനറൽസും നമുക്ക് ആവശ്യമാണ്. ഓക്കെ. ഇതില് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, പൊതുവെ ഈ കൊലാജൻ എന്ന് പറയുമ്പോൾ ആളുകൾ എല്ലാവരും പറയാ അത് നമുക്ക് ആനിമൽ സോഴ്സിൽ നിന്നാണ് കിട്ടുക. ഫിഷിൽ നിന്ന് കിട്ടും. മെറൈൻ കൊലാജൻ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ബോവൈൻ കൊലാജൻ, ഈ ബീഫ് മാതിരിയുള്ള മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന കൊലാജൻസ് ധാരാളം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം, വെജിറ്റബിളിൽ നിന്ന് നമ്മുടെ കമ്പനി നമുക്ക് കൊലാജൻ എക്സ്ട്രാക്ട് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഒരു കൊളസ്ട്രോളിന്റെ പേടി നമ്മൾ വിചാരിക്കേണ്ട ഒരു ഫാറ്റിന്റെ വിഷയം നമുക്കിവിടെ വരുന്നില്ല. 100% പ്യുവർ ആയിട്ടുള്ള വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള കൊലാജൻ ആണ് നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് നോക്കി കഴിഞ്ഞാൽ, ഗ്രീൻസ് ഉണ്ട്, സൂപ്പർ ഫുഡ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, പ്രോബയോട്ടിക്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻസ് ഉണ്ട്, സൂപ്പർ ഫുഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, പ്രോബയോട്ടിക്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വരാം. ഇതില് ക്രൂയൽറ്റി ഫ്രീ. കാരണം എന്താ ഇങ്ങനെ ക്രൂയൽറ്റി ഫ്രീ എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു മൃഗത്തെയും ഒരെണ്ണത്തിനെയും ജീവൻ എടുത്തിട്ടല്ല നമ്മൾ ഈ പ്രോഡക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെ. പൊതുവെ ഈ കൊലാജൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽ സോഴ്സിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു മൃഗത്തെയും ഒന്നും ചെയ്യണില്ല. നമ്മൾ 100% വെജിറ്റേറിയൻ സോഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, പ്ലാന്റ് ബേസ്ഡ് സൊല്യൂഷൻ ആണ്. നമുക്ക് മനസ്സിലായി. ഇതില് വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ്. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അതെന്താണ് ഞാൻ ലാസ്റ്റ് പറയാം. വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ചില ആളുകൾക്കെങ്കിലും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പേര് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഗ്ലൂട്ടത്തയോൺ.
ഗ്ലൂട്ടത്തയോൺ അല്ലെ ഇന്ന് മാർക്കറ്റില് വലിയ രീതിയിൽ സ്കിൻ കെയർ എന്ന് പറയുന്നതിലും നല്ലത് വലിയ രീതിയിൽ ബിസിനസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടത്തയോൺ. ആളുകളുടെ കോംപ്ലക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കളർ കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തയോണിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലും മരുന്ന് രൂപത്തിലും അത് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഗ്ലൂട്ടത്തയോൺ ആഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, അടുത്തത് നോക്കാം. പിന്നെ അടുത്തത് റിസർവെട്രോൾ എന്ന് പറയുന്ന ഒരു പോളിഫീനോൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഹെർബ്സ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ഓരോന്നിന്റെയും ബെനിഫിറ്റ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വരാം. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ, അതായത് വെജ് കൊളാജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു വെരി ഓൾട്ടർനേറ്റീവ് ടു ആനിമൽ ഓർ മെറൈൻ കൊളാജൻ, അതായത് മൃഗത്തിൽ നിന്ന് എടുക്കുന്ന ആനിമൽ സോഴ്സ് ആയിട്ടുള്ള കൊളാജനിൽ നിന്നോ അല്ലെങ്കിൽ മെറൈൻ കൊളാജൻ ഫിഷിൽ നിന്നൊക്കെ എടുക്കുന്ന, അതായത് ഫിഷിലായാലും ആനിമൽസിലായാലും അതിന് തൊലി അടക്കം എടുക്കണം. തൊലിയിലൊക്കെയാണ് അല്ലെ, അതിന്റെ സ്കിന്നിലൊക്കെ ധാരാളം കൊളാജൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനെ എന്തുകൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന 100% വെജിറ്റബിൾ സോഴ്സ് ആയിട്ടുള്ള വെജ് കൊളാജൻ ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് സപ്പോർട്ട്സ് ബോഡീസ് നാച്ചുറൽ കൊളാജൻ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു ഫാക്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞു, കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കുറെ ഫാക്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫാക്ടറീസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, നന്നായി കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, സയന്റിഫിക്കലി ഡിസൈൻഡ് ടു, അതായത് ഹ്യൂമൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 കൊളാജൻ. വോയിസ് ബ്രേക്ക് ആവുണ്ടോ സർ? ഹലോ? ഇല്ല മാം, കറക്റ്റ് ആണ്, കണ്ടിന്യൂ ചെയ്തു. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ഇതില് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. നമുക്ക് കുറെ ടൈപ്സ് ഓഫ് കൊളാജൻസ് നമ്മുടെ ശരീരത്തിൽ പ്രസന്റ് ആണ്. അതില് ടൈപ്പ് 1 കൊളാജൻ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 10 ഇങ്ങനെ പല തരത്തിലുള്ള കൊളാജൻസ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. വളരെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത്. അതായത് വിച്ച് ഇസ് ഈസി ടു അബ്സോർബ്, നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ഈ ടൈപ്പ് 1 കൊളാജൻ ഉള്ളത്. ടൈപ്പ് 2 കൊളാജൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ജെല്ലി ടൈപ്പ് ആണ്. ടൈപ്പ് 3 കൊളാജൻ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ മാറ്ററിലേക്ക് വരാം. അത് അത്രയും ഡിസ്കസ് ചെയ്ത് പോണേറ്റും നല്ലത് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഓരോന്നിന്റെയും ബെനിഫിറ്റ്സ് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ടൈപ്പ് 1 കൊളാജനെ സംബന്ധിച്ച് 90% ഓഫ് നമ്മുടെ ശരീരത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈപ്പ് 1 കൊളാജൻ ആണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളാജൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ 90% ഓഫ് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈപ്പ് 1 ആണ്. ഓക്കെ, ടൈപ്പ് 1 കൊളാജൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന്, ഹെയറിന്, നെയിലിന്, ബോൺസിന്, കാർട്ടിലേജിന്, ലിഗമെന്റിന്. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം നമ്മുടെ PDF ഇല്ല, ഞാൻ പുറത്തുനിന്ന് എടുത്ത നോട്ടാണ്. അതായത് ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുന്നത് സ്കിന്നിന്, ഹെയറിന്, നെയിലിന്, ബോൺസ്, കാർട്ടിലേജസ് ആൻഡ് ലിഗമെന്റ് ഇവരെയൊക്കെയാണ് സ്ട്രെങ്തൻ ചെയ്യണത്. ഇനി ടൈപ്പ് 2 കൊളാജൻ എന്ന് പറയുന്നത് ജോയിന്റ്സിനെ, ഇപ്പോ ഈവൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾ അല്ലെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിവാദം ഉള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കൊളാജൻ എന്ന് പറയുന്നത് ടൈപ്പ് 2 കൊളാജൻ ആണ്. ഓക്കെ, ഇനി ടൈപ്പ് 3 കൊളാജനിലേക്ക് വരാം. ടൈപ്പ് 3 കൊളാജൻ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഫോം, അതായത് ഫസ്റ്റ് പൊസിഷൻ ടൈപ്പ് 1-നാണ്, സെക്കൻഡ് പൊസിഷൻ ടൈപ്പ് 3-ക്കാണ്. നമ്മൾ ഫസ്റ്റ് റാങ്ക് ടൈപ്പ് 1-ന് കൊടുത്തു. 90% ആരാണ്? 90% മാർക്ക് ടൈപ്പ് 1-നാണ്. പിന്നെ അടുത്തത് സെക്കൻഡ് മാർക്ക് കൊടുക്കുന്നത് ടൈപ്പ് 3-ക്കാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? ടൈപ്പ് 3 കൊളാജൻ ആണ്. ടൈപ്പ് 3 പ്രവർത്തിക്കണമെങ്കിൽ ടൈപ്പ് 1 വേണം, ശ്രദ്ധിച്ചോളൂ.
ടൈപ്പ് 3 കൊളാജൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് 1 കൊളാജന്റെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ടൈപ്പ് 1 ഇല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് 3 പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ ടൈപ്പ് 3 എന്തെല്ലാം പണികളാണ് ചെയ്യണമെന്ന് നോക്കാം. മസിൽസിന്റെ, അതായത് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിന്റെ, നമ്മൾ പറഞ്ഞല്ലോ വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ് രക്തക്കൊഴലുകളിൽ വരുന്ന സ്റ്റിഫ്നെസ്, ബി പിയെ അട്ടിമറിക്കും. ബി പി റെഗുലർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന പ്രോബ്ലംസ് ആണ് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് മാതിരി പ്രശ്നങ്ങൾ. സോ ഇവിടെ ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട. ടൈപ്പ് 3 കൊളാജൻ ബ്ലഡ് വെസൽസിനെ ഒക്കെ മസിൽസിൽ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ സ്മൂത്ത് മസിൽസ്, നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള മസിൽസ്, ദഹന പ്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള മസിൽസിനെ ഒക്കെ ഒന്ന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ യൂട്രസിന്റെ മസിലുകൾ നല്ലപോലെ, യൂട്രസിന്റെ സ്മൂത്ത് മസിൽസ് നല്ലപോലെ ചുരുങ്ങാനും വികസിക്കാനും ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. ഇപ്പോ ടൈപ്പ് 3 കൊളാജൻ. ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ സംസാരിച്ച ഇൻഗ്രീഡിയൻസിലേക്ക് തിരിച്ചു വരുന്നു. നമ്മളുടെ ഈ പ്രോഡക്റ്റില് ടൈപ്പ് 1 കൊളാജനും ടൈപ്പ് 3 കൊളാജനും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്തിനെല്ലാം ഇത് യൂസ്ഫുൾ ആണെന്നുള്ളത്. സ്കിന്നിന്, ഹെയറിന്, നെയിലിന്, ടെൻഡൻസിന്, ലിഗ്മെന്റ്സിന്, കാർട്ടിലേജിന് ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ബ്ലഡ് വെസൽസിന്റെ വികസനത്തിന് ചുരുങ്ങാനും യൂട്രസിന്റെ വികസനത്തിനും അതുപോലെ തന്നെ കൺട്രാക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 കൊളാജൻ ഇവിടെ പ്രസന്റ് ആണെന്നുള്ളതാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ ഇതൊക്കെ. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം. ഇനി powerful ingredients helps to delay the signs to promote premature aging. നമുക്ക് നേരത്തെ തന്നെ പ്രായമാകുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. 50% നമുക്ക് റിങ്കിൾസിനെ കുറയ്ക്കാൻ സാധിക്കും, മുഖത്തെ ചുളിവുകൾ. അപ്പൊ ഇത് ആരാണോ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 വയസ്സ് വരെയുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ആവശ്യമില്ല. 20 വയസ്സ് വരെയുള്ള ആളുകൾക്ക് കൊളാജന്റെ ആവശ്യമില്ല. കാരണം 20 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിന്റെ ഫാക്ടറി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. 20 വയസ്സ് കഴിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഫാക്ടറിയിലെ പല ആളുകളും സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും. പതുക്കെ പതുക്കെ പണികൾ കുറയ്ക്കുകയാണ്. അപ്പോൾ 50% റിങ്കിൾസ് കുറയ്ക്കാൻ കൊളാജൻ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് 36% സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി അത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 185% സ്കിന്നിന്റെ റഫ്നെസ്സിൽ നിന്ന് കുറയ്ക്കും, സ്മൂത്ത് ആക്കും, സ്കിന്ന് വളരെ സ്മൂത്ത് ആയിരിക്കും. 36% സ്കിന്നിന്റെ സ്മൂത്ത്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ ഇതിലൊരു വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിസ്കോ എലാസ്റ്റിസിറ്റി. വിസ്കസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് നേച്ചർ ആണ് അല്ലെ. നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പൊസിഷനിലേക്ക് തിരിച്ചു വരും. പക്ഷെ വിസ്കസ് എന്ന് പറഞ്ഞാൽ, വിസ്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന്റെ ബാക്ക് പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വിസ്കോ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഓൾറെഡി സ്ട്രെച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി റിങ്കിൾസ് വന്നിട്ടുള്ള, ഓൾറെഡി സാഗ് ചെയ്തിട്ടുള്ള എല്ലാ സ്കിന്നിനും നമുക്ക് വീണ്ടും ഇലാസ്റ്റിസിറ്റി കൊടുത്തുകൊണ്ട് തിരിച്ച് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്നിലേക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. ഇതിൽ വലിയ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനില്ല. ഈവൻ നമ്മുടെ ബ്ലഡ് വെസൽസ് പോലും ആക്റ്റീവ് ആവുന്നു, നമ്മുടെ ടെൻഡൻസും ബോൺസും ഒക്കെ ആക്റ്റീവ് ആവുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉപരി നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളാജൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് സപ്ലിമെന്റ്സിലൂടെ തന്നെ അത് എടുത്തേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരം നമ്മളോട് ശരിക്കും പറയുകയാണെങ്കിൽ താങ്ക്സ് പറയണം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഇത് പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് എഫക്ട്സ് അല്ലെ, ഇപ്പൊ സ്കിന്നിലെ ചുളിവുകളായിട്ടും അങ്ങനെ ഇങ്ങനെ ബി പി കൂടുന്നതും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ പ്രോബ്ലംസിലേക്ക് വഴുതി വീഴുമ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 40% നമ്മുടെ ഹെയർ ഫോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്.
26% ഹെയറിന്റെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നേരത്തെ സ്ലൈഡിലുള്ളതാണ്. 26% നമ്മുടെ ഹെയർ തിക്ക് ആവാൻ സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ നിൽക്കുകയാണല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ടൈപ്പ് 1 കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ്. വളരെ ഈസിലി അബ്സോർബിൾ ഫോമിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. പ്ലാന്റ് ബേസ്ഡ് ആണ്. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്താനും ഫേംനെസ്, സ്കിന്നിനെ നല്ല ഫേം ആയിട്ട് കീപ്പ് ചെയ്യാനും ഹെയറിനെയും നെയിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാനും ഈ പറയുന്ന വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേരാണ് ഗ്ലൂട്ടതയോൺ. ഗ്ലൂട്ടതയോൺ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ആന്റി ഓക്സിഡന്റ്. നമ്മുടെ PDF-ലായാലും ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് തന്നെ മാസ്റ്റർ ആന്റി ഓക്സിഡൻസ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രകൃതിയിൽ ഇഷ്ടംപോലെ ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിലും ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ. ഭംഗി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ഉപരി, കളർ വെപ്പിക്കുന്നതിലൊക്കെ ഉപരി ഗ്ലൂട്ടതയോൺ കഴിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. സ്കിന്നിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് കൊണ്ടുവരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാതെ നമ്മളുടെ ശരീരത്തിന് ആന്റി ഓക്സിഡൻസ് കൊടുക്കുന്ന ഒരു മാസ്റ്റർ ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടതയോൺ. ഇപ്പൊ ഗ്ലൂട്ടതയോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ളതാണ്. സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു. പിഗ്മെന്റേഷൻ കുറയുന്നു. സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കുറയുന്നു. ഡീടോക്സിഫൈ ചെയ്യുന്നു, അല്ലെ? ഡീടോക്സിഫൈ ചെയ്യും. സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ടോക്സിക് മെറ്റീരിയൽസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. റേഡിയന്റ് ആയിട്ടുള്ള ഈവൻ ടോൺഡ് സ്കിൻ ഇടുന്നുണ്ട്. ഈവൻ ടോൺഡ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തെ എല്ലാ ഭാഗത്തും ഈവൻ ടോൺ ആയിരിക്കും. ചില ആളുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു കളർ, വേറെ സ്ഥലത്ത് വേറെ കളർ, ചില സ്ഥലത്ത് മാത്രം വൈറ്റ് കളർ, അതായത് ഫെയർ കളർ, ചില സ്ഥലത്തൊക്കെ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അങ്ങനെയല്ലാതെ സ്കിന്നിന്റെ മൊത്തത്തില് ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഈവൻ ടോൺ കൊടുക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്തത് റിവേഴ്സിട്രോൾ എന്ന് പറയുന്ന ഒരു ഫോസ്ഫോഫീനോൾ ആണ്. പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. കൊളാജിനെ കൂട്ടാൻ സഹായിക്കുന്നു. കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ കൊളാജനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നു. അതായത് റിങ്കിൾസിനെ കുറയ്ക്കുന്നു, സർക്കുലേഷൻ കൂട്ടുന്നു. ഓക്കെ, പിന്നെ അടുത്തത് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും വെരി ഇമ്പോർട്ടന്റ് ആണ് കൊളാജനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫോർ കൊളാജൻ സിന്തസിസ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊളാജൻ സിന്തസൈസ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ തന്നെ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഉത്പാദനം നടക്കാൻ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അപ്പൊ വൈറ്റമിൻ സി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ആദ്യത്തെ കാര്യം കൊളാജൻ സിന്തസൈസ് ചെയ്യും, അബ്സോർബ് ചെയ്യും. പിന്നെ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് വരുന്ന ഡാമേജസിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ വൈറ്റമിൻ സി നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. രോഗപ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടായിരിക്കും. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ സിനെ കൂടുതൽ വർക്ക് ചെയ്യാനും, അതായത് ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനൊക്കെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് പ്രോബയോട്ടിക് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രോബയോട്ടിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വയറ് നല്ലതാണെങ്കിൽ, നമ്മുടെ കുടല് നല്ലതാണെങ്കിൽ നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾ എല്ലാവരും നന്നാവാൻ ശ്രമിക്കും, ആവാൻ തുടങ്ങും. അപ്പോ ഇവിടെ ഒരു പ്രോബയോട്ടിക്, നമുക്കറിയാം നമ്മളെല്ലാം പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുന്ന ആളുകളാണ്. ലേസോ അല്ലെങ്കിൽ ഐസ്ക്രീംസോ അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുന്ന ആളുകളാണ് നമ്മള്. അപ്പൊ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഗട്ടിൽ, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയാസിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും. അപ്പൊ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ആയിട്ട് ഇവിടെ എന്ത് ചേർത്തിട്ടുണ്ട്? FOS ചേർത്തിട്ടുണ്ട്, പ്രീബയോട്ടിക്. ഇപ്പോൾ ഫൈബർ ആണ്. FOS എന്ന് പറയുന്നത് ഫ്രക്ടോ ഒലിഗോസാക്കറൈഡ്, ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്ന ഫൈബർ ആണ്. ഇപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും. ഓട്ടോമാറ്റിക്കലി ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ധാരാളം നടക്കും. ഗട്ടില് നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ദഹനം നടന്നു കഴിഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസിന് ധാരാളം അത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും മെറ്റബോളിസത്തിനെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ആരെല്ലാം ഉപയോഗിക്കാം, ആർക്കെല്ലാം
പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ആർക്കാണ് ആവശ്യം എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത്. നല്ല ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല ജോയിന്റ്സും ബോൺസും ജോയിന്റ്സിന്റെ ഒക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ നല്ല ശക്തമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോൺസും ജോയിന്റ്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. നല്ല ഹെയറും നെയിലും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. പ്രീമെച്ചുർ ഏജിങ് കുറയ്ക്കാൻ, ശരിക്കും എന്നും യുവത്വം തുളുമ്പുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിലില്ല. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, പിന്നെ കൊളസ്ട്രോൾ ഇല്ല. കാരണം എന്താണ്? പ്ലാന്റ് ബേസ്ഡ് ആണ്. ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൊളാജനൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്, പക്ഷെ അത് ആനിമൽ ബേസ്ഡ് ആണ്, നമ്മളുടെ പ്ലാന്റ് ബേസ്ഡ് ആണ്. പിന്നെ ആഡഡ് ഷുഗർ ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പെക്യുലാരിറ്റീസ് ആണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരു സ്കൂപ്പ്, അതായത് ഇത് പൗഡർ ആണ് കേട്ടോ. ഇത് തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോയിട്ട് ആളുകൾ ഇഞ്ചക്ഷൻ പോലും എടുക്കുന്ന ആൾക്കാരുണ്ട്. കൊളാജിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, മരുന്ന് പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു പൗഡർ ഫോമിലാണ് ഈ സംഭവം കൊളാജൻ കിട്ടുന്നത്, വെജ് കൊളാജൻ കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്കൂപ്പ് എടുക്കുക, അത് ഏകദേശം 10 ഗ്രാം ആണ് അതിലുണ്ടാവുക. അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടു, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. അത് ഫുള്ളായി അലിഞ്ഞ് ചേരുന്നത് വരെ നമ്മൾ നന്നായി അത് മിക്സ് ചെയ്തു, ഡിസോൾവ് ആവണ വരെ. അതിനുശേഷം ഡെയിലി ഒരു നേരം നമുക്ക് കഴിക്കാം. ഓറഞ്ച് ഫ്ലേവർ ആണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർ, പാടില്ല എന്നല്ല, നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കണ്ടീഷനിലുള്ള ആളുകൾ, ഇനി പറയാൻ പോകുന്ന കണ്ടീഷനിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടേഴ്സ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുകയായിരിക്കും നല്ലത്. പ്രഗ്നന്റ് ലേഡീസ്, ലാക്ടേറ്റിംഗ് വുമൻ, കുട്ടികൾക്ക് പൊതുവെ ആവശ്യം വരാറില്ല. ഇൻ കേസ് കുട്ടികൾക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പീഡിയാട്രീഷ്യൻ കാണിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. മെഡിക്കൽ കണ്ടീഷൻസ്, പിന്നെ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീവിയർ ആയിട്ടുള്ള അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ഇത് കഴിക്കാം, അല്ലാതെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാം. പിന്നെ അലർജി, ചില ഭക്ഷണത്തിനോട് അലർജി കാണിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. ചില ഫുഡ് ചിലർക്ക് പറ്റില്ല, അങ്ങനെയുള്ള ആളുകളും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. മറ്റെല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെപ്പോഴും കൂളായിട്ടുള്ള ഡ്രൈ പ്ലേസിൽ കീപ്പ് ചെയ്യാം. 18 മാസം വരെ ഒരു കംപ്ലൈന്റും വരില്ല. അതായത് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഷെൽഫ് ലൈഫ് ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ, കൊളാജൻ എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മൾ വിചാരിക്കണ മാതിരി ഒരു പ്രോഡക്റ്റ് അല്ല. സ്കിന്ന്, ഹെയർ, നെയില് മാത്രമല്ല, ബോൺസ്, ജോയിന്റ്സ്, ലിഗമെന്റ്സ്, പിന്നെ നമ്മളുടെ എന്താണ് മസിൽസ്, പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിന്റെ ഒക്കെ, രക്തക്കൊഴലുകളുടെ ഒക്കെ എക്സ്പാൻഷനും കൺട്രാക്ഷനും സഹായിക്കുന്ന ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. സംശയമുള്ളവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ PDF ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാൻ. നമുക്ക് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്, 18 വയസ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രഗ്നന്റ് വിമന്റെ ഒക്കെ കാര്യം പറഞ്ഞത് ഞാൻ FAQ എടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇനി നമ്മൾ അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. പ്രോബയോട്ടിക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഗംഭീര റിസൾട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ശരിക്കും ഇത് ക്ലാസ് കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ബില്ലടിക്കും. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് ഹിമാലയൻ ഷിലാജ് ഗോൾഡ് വിത്ത് കേസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണേ എന്നുള്ളത്. അപ്പൊ ആളുകൾ എപ്പോഴും ധരിക്കുക എന്താണ്, ഷിലാജത്ത് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഇതെന്നാണ് ആളുകൾ പൊതുവെ ധരിക്കുക. ഒരിക്കലും അല്ല. ഷിലാജത്ത് ഗോൾഡ് വിത്ത് കേസർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്ക് ഓവറോൾ എനർജിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാപ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലായി, പവർ, പ്യൂരിറ്റി, എൻഡ്യൂറൻസ്. ഇത് മൂന്നുമാണ് ഇതിന്റെ എന്താണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം നല്ല പവർ, പ്യുവർ ആയിട്ടുള്ള എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് നമുക്കറിയാം അല്ലെ, ലാസ്റ്റ് ചെയ്യുന്ന എനർജി, കുറെ നേരം നമുക്ക് എനർജി ലാസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ്, ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഷിലാജിത്ത് എന്ന് പറയുന്ന
നമുക്കറിയാലോ ശിലാജിത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടാണ്. ശിലാജിത്ത് എന്ന് പറയുന്നതിന്റെ കണ്ടന്റ് നമുക്ക് എന്താണ്, എന്ത് സഹായമാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നു. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആണ്. അപ്പോ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നല്ല രീതിയിൽ എനർജി നമുക്ക് തരും. അത് എങ്ങനെയാണ് എനർജി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലാർ എനർജി പ്രൊട്ടക്ഷൻ, സെല്ലിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീവൈറ്റലൈസേഷൻ നടക്കുന്നു. നമ്മളുടെ നമുക്കറിയാലോ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് എനർജി നമ്മുടെ ശരീരം, നമ്മൾ കഴിച്ച ന്യൂട്രിയൻസിൽ നിന്ന് നമ്മുടെ ശരീരം അത് എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. മെറ്റബോളിസം എന്നാണ് നമ്മൾ പറയാ. സമയമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കൂടി ഇന്ന് നോക്കാം. അപ്പോ പുതിയ പുതിയ സെല്ലുകൾ രൂപപ്പെടുകയും അതിൽ നിന്ന് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കും. ഫിസിക്കൽ സ്ട്രെങ്തിനും എൻഡ്യൂറൻസിനും നല്ലതാണ്. ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവാനും ഫിസിക്കൽ ആരോഗ്യത്തിന്, ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ജോലി ചെയ്താലും നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എനർജി ഉണ്ടാവാൻ, നമ്മുടെ എനർജി ചോർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശിലാജിത്ത്. ഇത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ലൈഫിലായാലും അപ്ലിക്കബിൾ ആണ്. അടുത്തതിൽ കേസർ ആണ്. കേസർ നമുക്കറിയാലോ, കുങ്കുമപ്പൂവ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. വൈറ്റാലിറ്റി ആൻഡ് ഫിസിക്കൽ സ്റ്റാമിന കൂട്ടുന്നു. വൈറ്റാലിറ്റി ആൻഡ് സ്റ്റാമിന എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ എനർജീനെ കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. വൈറ്റാലിറ്റി അല്ലെ, നമ്മൾക്ക് മനുഷ്യരാവുമ്പോൾ, മനുഷ്യനല്ല ഏത് ജീവിയാണെങ്കിലും നമുക്ക് എന്താ പറയാ, ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ലൈഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സമയത്ത് ഓരോ പ്രായത്ത് സംഭവിക്കേണ്ടതായിട്ടുള്ള ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മൂഡ്സ് ക്രിയേറ്റ് ആവും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ചില ആളുകൾക്ക് അത് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ കേസർ എന്ന് പറയുന്ന നമ്മുടെ കുങ്കുമപ്പൂ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് തങ്കഭസ്മയാണ് കേട്ടോ. ഗോൾഡിൽ നിന്ന് എടുക്കുന്ന തങ്കഭസ്മ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും മെന്റൽ ക്ലാരിറ്റിക്കും സ്ട്രെങ്തിനും സഹായിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രോഡക്ട്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടും നമുക്കിത് വേഗം കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് 200 to 250 മില്ലിഗ്രാം ഒരു സ്പൂൺ ഉപയോഗിച്ചെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ 200 to 250 മില്ലിഗ്രാം എടുക്കാം. ചെറിയൊരു ടീസ്പൂൺ എടുക്കുക. 100 ml വെള്ളത്തിലോ പാലിലോ ഇത് കലക്കാം. എന്നിട്ട് നമ്മളത് ഡെയിലി ഉപയോഗിക്കുക. ഡെയിലി ഉപയോഗിക്കുക. ഇടവിട്ട് ഉപയോഗിക്കരുത്, ഡെയിലി തന്നെ ഉപയോഗിക്കേണ്ട ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഇത് ജെന്റ്സിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, ഈവൻ ലേഡീസിനായാലും ബോത്ത് വിമൻ ആൻഡ് മെൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പ്രഗ്നന്റ് ലേഡീസോ ലാക്ടേറ്റിംഗ് മദറോ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇൻ കേസ് ഈ ബോട്ടിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കട്ട പിടിക്കുന്നത് പോലെ നമുക്കൊരു ഫീലിംഗ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഈ ബോട്ടിൽ ഒന്ന് കൊണ്ടുപോയിട്ട് വെയിലത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെക്കരുത്, ജസ്റ്റ് ബോട്ടിൽ മുകളിൽ ചൂട് തട്ടാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡിഫൈഡ് ആയിട്ടുള്ള സംഭവം യൂസ് ആയിക്കോളും. ഇത് റീപ്രൊഡക്റ്റീവ് ലൈഫിന് മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി ഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചില ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഇപ്പോ ഫോറിൻ കൺട്രീസിൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓവറായിട്ട് ടെമ്പറേച്ചറിന് എക്സ്പോസ്ഡ് ആവുന്ന ആളുകൾക്കൊക്കെ സ്പേം കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കായാലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ലേഡീസിനെ സംബന്ധിച്ചിട്ടായാലും ഒരുപാട് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ സുലഭമാണ്. എല്ലാ ആളുകൾക്കും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഫോം ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസും ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ്. അതിലുപരി ഓവറോൾ ഒരു ദിവസം മുഴുവൻ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എനർജി തരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ശിലാജിത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ്.
ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലയൻസിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റിലോട്ട് പോവാം. മെറ്റബോളിസം എന്നാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ്. ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സമയം ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് കൂടി എടുക്കാം. ബി ബാലൻസിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഇത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ആയിട്ടുള്ള മെറ്റബോളിസം. ഇനി അത് ചോദിക്കട്ടെ, വാട്ട് ഇസ് മെറ്റബോളിസം? ഇനിയുള്ളതിനെ കുറച്ചുകൂടി ശ്രദ്ധയിലിരിക്കുക, കാരണം നമ്മൾ മിക്കവാറും ഈ ഒരു പ്രോഡക്റ്റോട് കൂടി തീർക്കുമെന്ന്. വാട്ട് ഇസ് മെറ്റബോളിസം? ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും വാഹനമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വണ്ടിയെങ്കിലും ഉണ്ടായിരിക്കും. വണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു എൻജിൻ വേണം അല്ലെ? വണ്ടി പ്രവർത്തിക്കണമെങ്കിൽ എൻജിൻ വേണം. ഈ എൻജിൻ വെറുതെ വർക്ക് ചെയ്യോ? എൻജിനിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വർക്ക് ചെയ്യോ? ഇല്ല. എൻജിനിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ഫ്യൂയൽ ഒഴിക്കണം. ഒന്നെങ്കിൽ നമ്മൾ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ നമ്മൾ ആഡ് ചെയ്യും. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ എൻജിൻ എന്ത് ചെയ്യും? ആ ഫ്യൂയലിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത് അല്ലെ? എനർജി ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ധാരാളം ന്യൂട്രിയൻസ് കിട്ടുന്നു അല്ലെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽ എന്നൊക്കെ നമ്മൾ കഴിക്കണം. ഇതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. ഈ ന്യൂട്രിയൻസിന് കിട്ടിയിട്ട് ന്യൂട്രിയൻസ് തന്നെ അങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ ന്യൂട്രിയൻസ് എപ്പോഴാണോ എനർജി ഫോമിലേക്ക് മാറുന്നത് അപ്പോഴാണ് നമുക്ക് കാര്യം. അപ്പോഴേ നമുക്ക് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ചെയ്യാനോ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ നമുക്ക് എനർജി ആവശ്യമുണ്ട്, നിർബന്ധമായിട്ട് ആവശ്യമാണ്. അപ്പൊ എന്ത് വേണം? നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസിനെ എനർജി ഫോമിലേക്ക് മാറ്റുന്ന എൻജിനാണ് മെറ്റബോളിസം. മനസ്സിലായിട്ടാവും വിചാരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ വണ്ടിയായിട്ട് നമ്മുടെ ശരീരത്തിന് ഉപമിച്ചു. എൻജിൻ ഫ്യൂയൽ ഒഴിക്കുമ്പോൾ എപ്പോഴാണോ അത് എനർജി ആയിട്ട് മാറുന്നത് അപ്പോഴാണ് വാഹനം ഓടുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരം, അതായത് മെറ്റബോളിസം, എപ്പോഴാണോ എനർജി ഫോമിലേക്ക് മാറുന്നത് അപ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള പവർ കിട്ടുന്നത്. സോ മെറ്റബോളിസത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ബോഡീസ് എൻജിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ് ഫസ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും എനർജി ആവശ്യമാണ്. സോ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഫ്യൂയൽ. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ സയൻസ് സ്റ്റുഡൻസിനെ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവാൻ പറ്റും. നമ്മൾ അന്നജം കഴിച്ചു, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഫോം ആയി. ഈ ഗ്ലൂക്കോസിൽ നിന്ന് നമ്മളുടെ ശരീരം കുറച്ച് പാത്വേസ് അണ്ടർഗോ ചെയ്യും. ഗ്ലൈക്കോളിസിസ്, OMP ഷണ്ട്, അല്ലെങ്കിൽ ഗ്ലൈക്കോനിയോജനിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പാത്വേസ് ഉണ്ട്. ഈ പാത്വേയിലൂടെയാണ് നമുക്ക് ഒരു ഗ്ലൂക്കോസിൽ നിന്ന് ഇത്ര എനർജി ഉണ്ടാവണേന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുക. സോ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂട്രിയൻസിൽ നിന്ന് ആ ഫ്യൂയൽ, ന്യൂട്രിയന്റ് ആണ് നമ്മുടെ ഫ്യൂയൽ, അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ന്യൂട്രിയൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എനർജീനെ നമ്മുടെ ശരീരം, അതായത് മെറ്റബോളിസം നമുക്ക് എനർജി തരും. എന്തെല്ലാം പ്രവർത്തനങ്ങൾക്ക് എനർജി ആവശ്യമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡൈജഷൻ, എല്ലാത്തിനും എനർജി ആവശ്യമില്ലേ? എല്ലാത്തിനും എനർജി ആവശ്യം. നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലെ? നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എല്ലാത്തിനും എനർജി ബേസിക് ആണ്. ഡൈജഷൻ ആയാലും, സർക്കുലേഷൻ ആയാലും, സെൽ റിപ്പയർ ചെയ്യാനാണെങ്കിലും, ലിവറിനായാലും, പാൻക്രിയാസിനായാലും, എല്ലാത്തിനും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ വരെ നമുക്ക് എനർജി ആവശ്യമാണ്. ഓക്കെ, ഇനി വെയിറ്റ് മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്പീഡിലുള്ള മെറ്റബോളിസം, വണ്ടിയായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മളുടെ വാഹനം കുറച്ച് അധികം കിലോമീറ്റർ ഓടേണ്ടതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കണം, വേണ്ടേ? അതിനനുസരിച്ച് എൻജിൻ പ്രവർത്തിക്കണം. നമ്മളുടെ വാഹനം ആകെ 5 കിലോമീറ്റർ മാത്രമേ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂന്നുണ്ടെങ്കിൽ അധികം ഫ്യൂയലിന്റെ ആവശ്യമില്ല, അധികം എൻജിൻ പ്രവർത്തിക്കാനില്ല. ആ ഒരു ഡിസ്റ്റൻസിലുള്ള ട്രാവലിംഗ് മാത്രമേ നടത്തേണ്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിലും. നമ്മളുടെ മെറ്റബോളിസം കൂടുന്തോറും നമ്മളുടെ കലോറിയുടെ ആവശ്യം, അതായത് ന്യൂട്രിയൻസിന്റെ ആവശ്യം കൂടുതലാണ്. കലോറി എക്സസ് ആയിട്ട് അടിയില്ല. മെറ്റബോളിസം കുറയും തോറും, ഓക്കെ, ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം, ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ന്യൂട്രിയൻ ഫോമിലാണ് കിട്ടുന്നത്. ഈ ന്യൂട്രിയൻസ് ആവശ്യത്തിലും അധികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ കലോറി ആയിട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. കലോറി ഫോമിൽ വന്നിട്ട് അതിനെ കൊണ്ടുപോയി കൊഴുപ്പ് രൂപത്തിൽ
സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എന്തിനാണ്? ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളുടെ മെറ്റബോളിസം വീക്ക് ആണെങ്കിൽ, നമ്മളുടെ ഈ എൻജിൻ പ്രവർത്തനം വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ന്യൂട്രിയൻസ് മുഴുവൻ അവിടെ സ്റ്റോർ ആയിരിക്കും. ന്യൂട്രിയൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചത് മുഴുവൻ അവിടെ തന്നെ കൊഴുപ്പ് രൂപത്തിലിരിക്കും. ഈ കൊഴുപ്പ് മുഴുവൻ ഭാവിയിൽ പ്രശ്നമായിട്ട് വരും. മെറ്റബോളിസം കൂടുകയാണെങ്കിലോ, മെറ്റബോളിസം ഹൈ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിനനുസരിച്ചുള്ള കലോറി ഉപയോഗം നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ വെയിറ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റർ മെറ്റബോളിസം, കൂടുതൽ സ്പീഡിൽ നമ്മുടെ ശരീരത്തിലെ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും കലോറി ഉപയോഗിച്ച് തീരും. അപ്പൊ അവിടെ എന്ത് വരില്ല? ഫാറ്റ് ഡെപ്പോസിറ്റ് വരില്ല എന്നുള്ളതാണ്. ഇനി പുവർ മെറ്റബോളിസം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മെറ്റബോളിസം വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒബീസ് ആവാൻ സാധ്യതയുണ്ട്. മെറ്റബോളിസം വീക്ക് ആവുന്ന ആളുകൾ, കുറയുന്ന ആളുകൾ, സ്പീഡ് കുറവുള്ള ആളുകൾക്ക് ഒബീസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചത് മുഴുവൻ കൊഴുപ്പ് രൂപത്തിൽ ശരീരത്തിൽ അടിയാൻ തുടങ്ങും. ഒബീസ് ആവാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പ്രമേഹ രോഗം. ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. PCOD വരാൻ സാധ്യതയുണ്ട്. തൈറോയിഡിൽ ഇംബാലൻസ് വരാൻ സാധ്യത. ക്രോണിക് ഫാറ്റിക്, ഭയങ്കര ക്ഷീണം. എന്ത് തന്നെ എങ്ങനെ റെസ്റ്റ് ചെയ്താലും എങ്ങനെ ഭക്ഷണം കഴിച്ചാലും ക്ഷീണം മാറുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ഷീണം, പ്രൊലോങ്ഡ് ഫാറ്റിക്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള അസുഖം, ക്ഷീണം. കൊളസ്ട്രോൾ ലെവൽ കൂടുമല്ലോ. പിന്നെ നമുക്ക് മനസ്സിലായല്ലോ, മെറ്റബോളിസം സ്പീഡ് കുറയും തോറും ഓട്ടോമാറ്റിക്കലി കൊഴുപ്പ് അടിയും, ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോളിന്റെ അളവ് കൂടും. പിന്നെ അത് ഹാർട്ട് ഡിസീസിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്ക് മാതിരിയുള്ള ഡിസീസിലേക്കോ വഴി തിരിച്ചുവിടും. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ശരീരം, അതായത് നമ്മുടെ പാൻക്രിയാസ് ധാരാളം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. അതായത് ഒരു പൂട്ടും താക്കോലും പോലെയാണ്, ലോക്ക് ആൻഡ് കീ പോലെയാണ് സിസ്റ്റം. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റിസപ്റ്റാർസ് എന്ത് ചെയ്യും? അതിനെ റെക്കഗ്നൈസ് ചെയ്യും. റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇൻസുലിൻ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കും. ഇൻസുലിൻ റിസപ്റ്റാർസിന് ഇതിനെ മനസ്സിലാവില്ല. അതായത് ലോക്ക് പറയാണ് എന്റെ കീ നീ അല്ലാന്ന്. ലോക്കിന്റെ യഥാർത്ഥ കീ വന്നിട്ടും ലോക്കിന് മനസ്സിലാവില്ല എന്റെ കീ ഇതാണെന്ന്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിനെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് ഗ്ലൂക്കോസിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കണില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഭാവിയിൽ അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഭാവിയിൽ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് വിരൽ ചൂണ്ടി. ഓക്കെ, അപ്പോ ടൈപ്പ് 2 ഡയബറ്റീസ് ആയാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയാലും മെറ്റബോളിസത്തിന്റെ, ഇപ്പൊ നമ്മൾ സംസാരിച്ചതൊക്കെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്റെ കാര്യങ്ങളാണ്. സോ മെറ്റബോളിസം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് മെറ്റബോളിസം അവരുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് കറക്റ്റ് സ്പീഡിൽ നടക്കണം. റേറ്റ് ഓഫ് മെറ്റബോളിസം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. സ്ലഗ്ഗിഷ് മെറ്റബോളിസം ആണെങ്കിൽ, സ്ലോ മെറ്റബോളിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നുള്ളതാണ്. റിയാലിറ്റി ചെക്ക് പറയുന്നുണ്ട്, മെറ്റബോളിസം സ്ലോ ബൈ 10% പെർ ഡിക്കേഡ് ആഫ്റ്റർ 30 years. അതായത് 30 വയസ്സിന് ശേഷം ഓരോ 10 കൊല്ലം കൂടുമ്പോഴും, 30 കഴിഞ്ഞ് 40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ അളവ് 10% കുറയുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് കുറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി 40 കഴിഞ്ഞ് 50 വയസ്സാകുമ്പോഴേക്കും, അടുത്ത 10 വർഷം ആകുമ്പോഴേക്കും വീണ്ടും ഒരു 10 കൊല്ലം 10% കുറയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രായമാകുമ്പോഴേക്കും, ഒരു 60-70 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഓൾമോസ്റ്റ് പണി നിർത്തിയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ പണികൾ മാത്രമേ നടത്തുന്നുണ്ടാവുള്ളൂ. 70% കലോറി ബേൺസ് അറ്റ് റെസ്റ്റ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് 70% കലോറി കത്തിക്കേണ്ട ഒരു പണി ആരാണ് ചെയ്യണത്? മെറ്റബോളിസം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുകയാണ് അല്ലെങ്കിൽ കിടന്നുറങ്ങുകയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മെറ്റബോളിസം നടക്കുന്നുണ്ട്. സോ 70% ഓഫ് കലോറി ആര് കത്തിക്കും? മെറ്റബോളിസം കത്തിക്കും. മെറ്റബോളിസം സ്ലോ ആണെങ്കിലോ അത് അവിടെ ഡെപ്പോസിറ്റ് ആവും. അടുത്ത 80% ഓഫ് ഇന്ത്യൻ ആർ ഇൻആക്റ്റീവ്. അടുത്ത കാര്യം, നമ്മളിൽ പല ആളുകളും ഇനാക്റ്റീവ് ആണ്. നമുക്ക് ഓടിച്ചാടി പണിയെടുക്കാനൊക്കെ ഇത്തിരി വിഷമുള്ള ആളുകളായതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് ഒന്നും ഇല്ല. കൂടുതൽ വൈറ്റ് കോളർ ജോബ്സ് ആണ്, കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുകയാണ്. നമ്മൾ ഒരു ഇങ്ങനെ ഒരു എന്താണ്, ഒരു കംഫർട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 80%, എല്ലാവരും അങ്ങനെയല്ല, 80% ഓഫ് ഇന്ത്യൻ ആർ ഇനാക്റ്റീവ് ആണ്. അപ്പൊ അത്രയും മെറ്റബോളിസത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരും എന്നുള്ളതാണ്.
സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചോളാം എല്ലാവരും. അതിന് മുന്നേ ഒരു രാത്രി നമ്മൾ ഉറക്കം കട്ട് ചെയ്താൽ നമ്മളുടെ ഇൻസുലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 33%-ൽ അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മാറും. നമ്മൾ ഒരു ദിവസം ഉറക്കത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് എത്ര രാത്രികൾ നമ്മൾ ഉറക്കം കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് വരെ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ലേറ്റ് നൈറ്റ് സിനിമകൾ കാണുന്നു, ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്നു, അത്രയും നേരം നമ്മൾ മൊബൈലിലേക്കോ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ടിവിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല, നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആണ്. അത്രയും നേരം നമുക്ക് ഉറക്കം വരാതെ വരുമ്പോൾ ഒരു ദിവസത്തെ ഉറക്കം കട്ട് ചെയ്താൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഒരു നേരത്തെ രാവിലത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്താൽ 10% മെറ്റബോളിസം സ്ലോ ആവുന്നതാണ്. രാവിലത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്താൽ മെറ്റബോളിസം 10% പണി കുറയ്ക്കുന്നതാണ്. ഇനി ഇന്ത്യയിൽ 2 വ്യക്തികളെ നമ്മൾ നമ്മുടെ 2 കൂട്ടുകാരെ നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡയബറ്റിസ് ആണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ അബ്സോർബ് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് തന്നെ സാധിക്കണില്ല. അപ്പൊ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പാൻക്രിയാസിന്റെ പണി നിൽക്കുമ്പോൾ ഇൻസുലിൻ ഇല്ലാതെയാവും. പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. ഇനി ഇന്ത്യയിൽ 3-ൽ 1 ഫാറ്റ് ലിവർ ഉണ്ട്. 3-ൽ 1 ഫാറ്റ് ലിവർ ഉണ്ട്. സ്വയം എല്ലാവരും അവരവരുടെ വയറിലേക്ക് നോക്കുക. വയറ് വീർത്ത് നിൽക്കുന്നുണ്ടോ? ഈവൻ ഞാനടക്കം, ഇൻക്ലൂഡിങ് മീ, വയറ് വീർത്ത് നിൽക്കുന്നുണ്ടോ, ഫാറ്റ് ലിവർ ഉണ്ടോ, ദയവ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതൊക്കെ മെറ്റബോളിസത്തിന്റെ എന്താണ് പ്രോബ്ലം ആണ് കേട്ടോ. മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കാത്തതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. 60% ഓഫ് ഇന്ത്യൻസ് ആർ ഡീഹൈഡ്രേറ്റഡ്. കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കാത്തതിന്റെ പേരിൽ വരുന്ന പ്രോബ്ലംസ് വേറെ. ഇനി നമ്മളുടെ പ്രോഡക്റ്റിലോട്ട് പോവാം. മെറ്റബോളിക് ബൂസ്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് വെരി സിമ്പിൾ കാര്യം മനസ്സിലായി. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാറ്റബോളിസം ആൻഡ് ആനബോളിസം, ആ ഒരു പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. കുറെ കൂടിച്ചേരലുകളും കുറെ പൊട്ടിത്തെറികളും നമ്മുടെ ശരീരത്തിൽ നടക്കണം. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സബ്സ്റ്റൻസിന് മുഴുവൻ പൊടിച്ച് കുഞ്ഞിതാക്കും വേണം. കുഞ്ഞു സബ്സ്റ്റൻസിന് ചില സമയത്ത് ജോയിൻ ചെയ്ത് വലിയ സബ്സ്റ്റൻസ് ആക്കും വേണം. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയാം. ഈ മെറ്റബോളിസത്തിന് സ്പീഡ് കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? മെറ്റബോളിസത്തിന് സ്പീഡ് കൂടുന്ന ആളുകളെ സംബന്ധിച്ച് ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കലോറി മുഴുവൻ മാക്സിമം ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഓവർ വെയിറ്റിന്റെ പ്രശ്നമല്ല, ഒബീസ് ആവുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട്, ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന്, മൊത്തത്തിൽ ഹെൽത്തി ആവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സിറപ്പാണ് നമ്മുടെ കമ്പനി തന്നിട്ടുള്ളത്. സിറപ്പാണ്. ഇതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നാച്ചുറൽ ആയിട്ട് മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ. ആംല, നെല്ലിക്കയിൽ അറിയാം നമുക്ക് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂൺ റെസിസ്റ്റൻസിനെ വർദ്ധിപ്പിക്കുന്നു. ഹൈ മെറ്റബോളിസത്തിന്റെ സ്പീഡ് കൂട്ടുന്നു, അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മെറ്റബോളിസം സ്പീഡ് കൂടിയാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അടുത്തത് കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പല മസിലുകളിലും, ഇപ്പൊ നമ്മളെ വയറ് ഭാഗത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വയറിങ്ങനെ വീർത്തിരിക്കേണ്ടതില്ല, അഡിപ്പോസ് ടിഷ്യൂലൊക്കെ ധാരാളം ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട്. ഈ ഫാറ്റിനെയൊക്കെ ബേൺ ചെയ്യാൻ കറുവാപ്പട്ട നമ്മളെ സഹായിക്കും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. അടുത്തത് കുക്കുംപഴം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നൂനി ജ്യൂസിന്റെ കൂടെ നമുക്ക് കുക്കുംപഴം ഉണ്ടായിരുന്നു. കുക്കുംപഴം എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂട്ടിയിട്ടുള്ള കൊഴുപ്പിനെ കത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് തടയുന്നുണ്ട്. ഫാറ്റ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഏറ്റവും കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വയറ്റിലാണ്. അപ്പൊ ഈ അഡിപ്പോസ് ടിഷ്യൂല് ധാരാളം കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ, വയറൊക്കെ വീർത്ത് വയറ് ചാടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ. സോ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ കുക്കുംപഴം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത അശ്വഗന്ധ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും മെറ്റബോളിസത്തിനെ വർദ്ധിപ്പിക്കാനും മെറ്റബോളിസത്തിന്റെ സ്പീഡ് കൂട്ടാനും സഹായിക്കുന്നു. പിന്നെ അടുത്തത് കട്ടുകി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതിന്റെ മലയാളം നോക്കുമ്പോഴും കടുക്കി തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കടുക്ക രോഹിണി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫാറ്റിനെ കൂടുതൽ ഉപയോഗിക്കാനും ഫാറ്റിനെ എടുത്ത് ഉപയോഗിക്കാനും ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പാവം ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്ന ഒരു അവയവമാണ് നമ്മുടെ ലിവർ. ഒരാളും ശ്രദ്ധിക്കാതെ ഏറ്റവും കൂടുതൽ മെറ്റബോളിസത്തിന്റെ ഡിഫക്റ്റ് കൊണ്ട് ബാധിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഒരു അവയവമാണ് നമ്മുടെ ലിവർ എന്നുള്ളത് എല്ലാവരും ഓർക്കുക. എല്ലാ വേസ്റ്റും ലിവറിലാണ് അടിയുന്നത്. പിന്നെ ഹരിതകി എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ കടുക്കയാണ് ഹരിതകി. അതിന്റെ ഗുണങ്ങൾ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. വീണ്ടും ഡീടോക്സിഫൈ ചെയ്യാനും ദഹനം വർദ്ധിപ്പിക്കാനും ദഹനം നടത്തിയ ന്യൂട്രിയൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്യാനും നമ്മളുടെ കുടല് സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ കടുക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉപയോഗിക്കുന്ന രീതി 2 ടേബിൾ സ്പൂൺ 30 ml 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 2 നേരം നമ്മൾ കഴിക്കുക. അതായത് 1 സ്പൂൺ അല്ല 2 സ്പൂണ് 2 നേരം കഴിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്. പ്രഗ്നന്റ് ലേഡീസ്, പാലൊടുക്കുന്ന അമ്മമാര്, പിന്നെ എന്തെങ്കിലും ക്രോണിക് ഡിസീസിനെ ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ സജഷനോട് കൂടിയിട്ട് മാത്രം അത് എടുക്കുക. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി PDF ഉള്ളത് നമുക്ക് വായിച്ചാൽ കിട്ടും. കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ PDF ഉള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റബോളിക് ബൂസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിന്റെ പ്രവർത്തനം, അതായത് നമ്മുടെ എൻജിൻ നന്നായി വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ശിലാജിത്ത് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ബോത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനായാലും നമ്മുടെ ഓവറോൾ എനർജിക്കായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആദ്യം നമ്മൾ സംസാരിച്ച കൊളാജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബ്രീഫ് ചെയ്യണത് നേരെ വഴിക്ക് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കൊളാജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് സ്കിന്നിനോ ഹെയറിനോ അല്ലെങ്കിൽ നെയിൽസിനോ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. നമ്മുടെ ജോയിന്റ്സിന്, ബോൺസിന്, ടെൻഡൻസിന്, ലിഗമെന്റ്സിന്, ഈവൻ നമ്മുടെ രക്തക്കൊഴലുകളുടെ മസിൽസ് വികസിക്കാനും ചുരുങ്ങാനും പോലും സഹായിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് ആവശ്യമാണ്, ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്, എന്റെ ഇത് ആളുകൾക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക, നമ്മൾ ആദ്യം ഉപയോഗിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അതിന്റെ ഗുണം മനസ്സിലായതിനു ശേഷം പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലുള്ളത്. എന്തായാലും പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന ഓൾറെഡി നമ്മൾ 10 മിനിറ്റ് ലേറ്റ് ആണ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലീഡേഴ്സ്. അടുത്തൊരു പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ. താങ്ക് യു. Thank you, Jofi ma'am. Wonderful session. Thank you so much. Thank you.